ഹലോ ഗെയ്സ്, ഇന്ന് നമ്മുടെ അവിടെ പുത്തുക്കാവ് അമ്പലത്തിൽ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിള്ളേരുകളുടെ. അപ്പം ഞങ്ങൾ ഡാൻസിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മുടെ കൊടകര നർത്തകിയിലാണ് വന്നിരിക്കണേ. അപ്പോൾ അതേ ഇവർ മറ്റൊരു സെമി ക്ലാസിക്കൽ ഡാൻസാണ് കളിക്കണത്. അപ്പോൾ അതിന് വേണ്ട കോസ്റ്റ്യൂമൊക്കെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. മീനാക്ഷിയും ദീത്തും കൂടിയാണ് ഡാൻസ് കളിക്കണത്. നമ്മുടെ ആദ്യമായി കണ്ട നാൾ ആ പാട്ട് കളിക്കുന്നുണ്ട്. പിന്നെ മഹാഭാരതത്തിലെ ഒരു പാട്ടും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ട കോസ്റ്റ്യൂമുകളാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വേണോ? അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതേ ഞങ്ങൾ വന്ന് മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ടാണ്. ഞങ്ങളൊരു ഉച്ചയിപ്പോഴാണ് കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്യാൻ പോയത്. അത് കഴിഞ്ഞതേ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞതേ വന്ന് ഞങ്ങൾ മേക്കപ്പൊക്കെ തുടങ്ങിയിട്ട് ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ മേക്കപ്പ് തുടങ്ങിയിട്ടാണ്. അവിടെ 7 മണിക്ക് പരിപാടി തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് മേക്കപ്പ് ചെയ്ത് റെഡിയായി പോകണം. ഫസ്റ്റ് ചെന്നാൽ ഫസ്റ്റ് കളിച്ച് കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മുടെ വന്ദനയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അവൾ അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ദേ ഭരതനാട്യത്തിന് മേക്കപ്പ് ചെയ്യിക്കണ മാതിരിയൊക്കെ അവൾ നല്ലോണം പുട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കണ്ടാലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കണ്ടാലും എന്നെ ഓടിക്കും. വെറുതെ അല്ല, ഇത് എടുക്കണ്ടാട്ടാ. അങ്ങനെ ദേ അടിപൊളിയായി മേക്കപ്പൊക്കെ കഴിഞ്ഞതേ പിള്ളേരൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ തന്നെ പോയി. നമുക്ക് ഫസ്റ്റ് തന്നെ കളിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവർ നേരത്തെ തന്നെ പോയിട്ട് അത് കഴിഞ്ഞതേ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഡീസന്റ് അവിടെ 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 4ാമത് കളിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ കളിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേ നമ്മുടെ ദുർഗയൊക്കെ വന്നിട്ടുണ്ട്. ദുർഗയുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. അവളുടെ ഭരതനാട്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ആദിത്യനും മീനാക്ഷിയും ദീത്തും കൂടിയും അവിടെ ബാക്കിയുള്ളവരുടെ ഡാൻസൊക്കെ കാണുകയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ദേ അടുത്തത് ഇനി അവരുടെ ആണ് കേട്ടോ. ബ്ലോഗർ വന്നിട്ടുണ്ട്. ഇനി ആരെ വേണ്ടേ? വിളിച്ചില്ലടോ. അങ്ങനെ ദേ അവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേ ദുർഗയുടെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ ദുർഗയുടെ ഡാൻസും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ അടുത്ത ഒരു ഡാൻസും കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ സെമി ക്ലാസിക്കൽ. അപ്പോൾ അതിൽ ദീത്തുവിൻ്റെ കോസ്റ്റ്യൂം മാത്രം മാറുന്നുണ്ട്. അപ്പോൾ അത് അവൾ ആണായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവളുടെ കോസ്റ്റ്യൂം മാത്രം മാറുന്നുണ്ട്. അപ്പോൾ അവൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ്. അപ്പോൾ ഇത് കഴിഞ്ഞൊരു 4 ഡാൻസ് കഴിഞ്ഞിട്ട് കളിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും കളിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ ആദരിക്കൽ ചടങ്ങൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ദീത്തുവിൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടാണ്. പ്രസാദ് ഊട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ അതേ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതേ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ.
എനിക്ക് വീഡിയോ തരണ്ടാ പോസ്റ്റ് ചെയ്തു. രാമനാഥൻ ഹായ് അത് വേണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അവരെ കൊണ്ട് അടുത്ത ഡാൻസ് കളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവർ ഡാൻസിന് വേണ്ടി കയറിയിട്ടുണ്ട്. ഇനി അടുത്തത് ആദ്യമായി കൺമണിയുടെ സോങ്ങാണ് കേട്ടോ വെച്ചേക്കണത്. അപ്പോൾ അവർ കളിക്കാൻ കേട്ടോ. ഞാൻ ഈ ഡാൻസ് ഉണ്ടല്ലോ, എനിക്ക് മീനാക്ഷി കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് കളിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് മീനാക്ഷി കളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ കളിപ്പിച്ചതാണ് കേട്ടോ. ഞാൻ ഒരു 4-5 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു ഇതേമാതിരി പുത്തുകാവ് തലപ്പിലേക്ക് പോയപ്പോൾ ഒരു 2 പേര് ഇതേമാതിരി ഈ ഡാൻസ് കളിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കത് കണ്ടിട്ട്. എനിക്ക് കളിക്കാൻ എനിക്കങ്ങനെ ഡാൻസ് ഒന്നും അധികം വശമില്ലാത്ത കാരണം എനിക്ക് കളിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വശമില്ലാത്ത കാരണം എൻ്റെ മോളെ കൊണ്ടെങ്കിലും കളിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ച് വെച്ച പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അത്യാവശ്യം തരക്കേടില്ലാണ്ടൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അവർ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചതാണ്. അവർ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ആഗ്രഹിച്ച് അവർ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അന്ന് അവർ ഡാൻസ് കളിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഡാൻസ്. അപ്പോൾ ഞാൻ അങ്ങനെ കളിപ്പിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കളിപ്പിച്ച ഒരു ഡാൻസാണ് കേട്ടോ അത്. അങ്ങനെ ഇവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആദരിക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. ജഗ്ഗു നിനക്ക് ഐസ്ക്രീം കിട്ടിയില്ലേ? കഴിച്ചേ ആദ്യത്തെല്ലാരും കൊണ്ട് നടന്ന ആദ്യത്തെ മേടിക്കുന്നുണ്ട്. അങ്ങനെ തലേ ദിവസം അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം എല്ലാ കടകളിലും കയറി ഇറങ്ങി. തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ കയറി ഇറങ്ങാറുണ്ട്. അപ്പോൾ അതേ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കുലുക്കി സർവത്തൊക്കെ മേടിച്ചു കൊടുത്തു. ചുമയായ കാരണം ഞങ്ങളൊന്നും കഴിച്ചില്ല. അങ്ങനെ ദേ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അല്ലേ. ടാറ്റാ.